കുടിക്കാത്തവരുണ്ടാവും അല്ലേ? ആ കുടിച്ചവർക്ക് നല്ല ആവേശം ഉണ്ടാവും. കുടിക്കാത്തവരൊക്കെ വീട്ടിൽ പോയി കുടിക്കണം. ചായ കുടിച്ച് ഉഷാറാവണം. രാവിലെ സുബഹിക്ക് നിസ്കരിക്കാൻ പോയിട്ടില്ലേ? നിസ്കരിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീട്ടിൽ നിസ്കരിച്ചിട്ടില്ലേ? നമ്മുടെ ഒരു ദിവസത്തെ തുടക്കം എങ്ങനെയായിരിക്കും അറിയോ? നിസ്കാരം കൊണ്ടായിരിക്കും. രാവിലെ എണീച്ചപാട് പല്ലെല്ലാം തേച്ച് വൃത്തിയാക്കി ബാത്റൂമിലെല്ലാം പോയി പള്ളിയിലേക്ക് പോകാൻ പറ്റുന്നവർ രണ്ടെണ്ണം സമയത്ത് പള്ളിയിൽ പോവുക. എല്ലാത്ത ആൾക്കാരും പക്ഷെ ദൂരത്തെ വീടൊക്കെ അതിന് വിഷമിക്കുന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ നിന്നാക്കണം. നാട്ടിൽ തന്നെ ഉണ്ടാക്കണം, നിസ്കരിക്കണം. എല്ലാവരും നല്ല മക്കളാണ്. നിങ്ങൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? നല്ല കാണാൻ സുന്ദരമായ സുന്ദരികളും നല്ല ഉഷാറായിരിക്കും. നല്ല യൂണിഫോം ആയിരിക്കും. ഇതല്ലേ കട്ടാലും ആൺകുട്ടികൾക്ക് തൊപ്പികളൊക്കെ നമുക്ക് യൂണിഫോമിലാക്കാം. എല്ലാ ദിവസവും എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പിന്നെ മദ്രസന്റെ പേരെന്താ? സെക്കൻഡറി മദ്രസ. നല്ല വലിയ മദ്രസയാണ് അല്ലേ? കുറേ കുട്ടികൾ പഠിക്കുന്ന വലിയ സ്ഥാപനമാണ്. 10-16 ഉസ്താദുമാർക്കുള്ള വലിയൊരു സംരംഭമാണിത് അല്ലേ? ഞാൻ നിങ്ങളോട് ഒരു പുതിയ പാഠം പഠിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിനു മുമ്പ് നിങ്ങൾ കാണുന്നത് ഫിഖിന്റെ നോട്ട് കിതാബിനടുത്ത് മുമ്പിൽ വെക്കും. എല്ലാവരും മുമ്പിൽ വെച്ചിട്ടുണ്ടാകുന്ന വിചാരിക്കണം. ഫിഖാണ് നമ്മുടെ വിഷയം. കിതാബ് എടുത്ത് മുമ്പിൽ വെക്കുക. ഞാൻ പറയുമ്പോൾ അത് തുറന്ന് പാഠത്തേക്ക് ഒരു 3-4 ചോദ്യം നമുക്ക് ചോദിക്കാം. 5 വക്ത് നിസ്കാരം ഉണ്ടല്ലോ. എല്ലാവരും ചുറ്റാൻ പറഞ്ഞാൽ മതിയെ. 5 വക്ത് നിസ്കാരത്തില് എത്ര റക്അത്താണ് ആകെ? ആകെ 4 ഉള്ളൂ. 4 ഉണ്ടല്ലോ. 17 റക്അത്തുണ്ട്. മാഷാഅല്ലാഹ് കൊണ്ടേ. എത്ര റക്അത്തുണ്ട്? 17 റക്അത്ത്. ആ 17 എങ്ങനെയാ? ളുഹർ എത്ര റക്അത്ത്? 4 പ്ലസ് അസർ 4 എത്രയായി? 8. മഗ്രിബ് 3 8 3 11 ഇശാ 4 15 സുബഹി 2. എത്രയാ? 17 റക്അത്ത് ഒരു ദിവസം ഒരു മുസ്ലിം നിസ്കരിക്കുന്നുണ്ട്. അത് അവർക്ക് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തതാണ്. എത്ര ചെറുതായും വലുതായും നിസ്കരിച്ചാൽ അതിന് കൂലി ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ചെറുതല്ലേ, നമ്മൾ 2-3 ദിവസം മുമ്പ് വേറെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടാവും. പിന്നെ 7 വയസ്സായ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക, 10 വയസ്സായ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കുക. അപ്പോൾ നിസ്കരിക്കൽ നമുക്ക് എല്ലാവർക്കും എന്തായി? ഫർളായി. 7 വയസ്സായില്ലേ, നമുക്ക് 7 കഴിഞ്ഞ് 10ലേക്ക് കടക്കുന്നുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ നമുക്ക് നിസ്കാരം ഓക്കെ ആയി നിർബന്ധമായി വരികയാണ്. നമ്മളിപ്പോഴേ അതിന് പ്രാക്ടിക്കൽ തുടങ്ങണം ഇല്ലേ? ഓക്കെ. ഇനി ഓരോ നിസ്കാരത്തിന് ഓരോ സമയങ്ങളൊക്കെ ഉണ്ട് ഇല്ലേ? ഏതെല്ലാം സമയത്ത് നിസ്കരിക്കാൻ പറ്റോ? ഇപ്പൊ ഞാൻ കൈവിട്ടിട്ട് ളുഹർ നിസ്കരിക്കാൻ പറ്റോ? ഇല്ല. എന്തുകൊണ്ടാണ്? ളുഹറിന്റെ സമയം ആയിട്ടില്ല. എല്ലാത്തിനും സമയമുണ്ട്. ഇപ്പോൾ കാലം തന്നെയാണ്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് ചോറ്. 10 മണിക്ക് ചോറ് വെക്കോ? 10 മണിക്കുണ്ടാകുന്നത് എന്താ? നാസ്ത, ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇംഗ്ലീഷിൽ പറയാം അല്ലേ? നാസ്തയാണ്. 10 മണിക്ക് നാസ്ത. പിന്നെ ഉച്ചക്കാണ് ലഞ്ച്. അത് ഏതാണ്ട് 1 മണി സമയത്താണ് ലഞ്ച് ഉണ്ടാവുക അല്ലേ? പിന്നെ വൈകുന്നേരം ചില സ്നാക്സ്, അത് വൈകുന്നേരം 4 മണി അടുപ്പിച്ചിട്ടാണ് ഉണ്ടാവുക. അതെല്ലാം ഓരോ ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഉണ്ടാകുന്നത്. എപ്പോഴെല്ലാം അങ്ങനെയാണ്. ളുഹർ നിസ്കരിച്ചതിന് ശേഷമാണ് എന്തുണ്ടാവുക? ഉച്ചക്കുള്ള ചോറ്. കല്യാണ വീട്ടിൽ അങ്ങനെ തന്നെയാണ്. ബാങ്ക് കൊടുക്കാൻ ചോദിക്കും. ആ ബാങ്ക് കൊടുത്ത് നിസ്കാരം ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ അത് വെക്കുണ്ടാക്കുന്നതാണ് പറയും. ബാങ്ക് കൊടുത്ത് കഴിയുമ്പോൾ പ്രശ്നം പറയും. അപ്പോൾ അവർ ചെമ്പലം മാറ്റി വെച്ച് അച്ചാർ വേറെ തൈര് വേറെ വളർന്നു തന്നു. വൈകുന്നേരം അങ്ങനെ തന്നെയാണ്. ഒരു നിക്കാഹ് നടക്കുന്നുണ്ടെങ്കിൽ എപ്പോഴാ? അസർ നിസ്കാരം
അസർ നിസ്കാരത്തിൽ എല്ലാവരും പള്ളിയിലെത്തുക എന്നാണ് നമ്മൾ പറയാറ്. നമ്മൾ അസർ നിസ്കാരത്തിൽ പള്ളിയിലെത്തുന്നു, ജമാഅത്തായി നിസ്കരിക്കുന്നു, നിസ്കാര ശേഷം ആ പുണ്യമായ കർമ്മനിക്കായി പള്ളിയെത്തുന്നു. മഗ്‌രിബ് അങ്ങനെ തന്നെയാണ്. മഗ്‌രിബിന് അവർ പ്രത്യേക പരിപാടി മഗ്‌രിബ് കഴിഞ്ഞ് പോകാന്ന് പറയും. ഇശാക്ക് അങ്ങനെ തന്നെയാണ്. ഇശ കഴിക്കായിരിക്കും ചിലപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും ക്ഷണിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഓരോ ടൈം ടേബിളൊക്കെ ഉണ്ട് അല്ലേ? അത് അതേപോലെ തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. സമയത്തിന് പോയി ചെയ്യണം എല്ലാം. ഒരാൾക്ക് ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ മംഗലാപുരത്തേക്ക് പോകണം. ട്രെയിനിൻ്റെ സമയം 10:30 മണിയാണ്. അയാൾ എത്ര മണിക്ക് എത്തണം? റെയിൽവേയിൽ ഇവിടുന്ന് കോഴിക്കോടുന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി ഒരു അരമണിക്കൂർ ബസ്സിന് ഓടി അല്ലെങ്കിൽ കാറിലൊക്കെ ഓടി അവിടെ എത്തിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പം മാക്സിമം ഒരു 10 മണിക്കെങ്കിലും എന്ത് ചെയ്യണം? ഒരു 10:30 ട്രെയിൻ ഒരു 10 മണിക്കെങ്കിലും എന്ത് ചെയ്യണം? സ്റ്റേഷനിലേക്ക് എത്തി ടിക്കറ്റെല്ലാം എടുത്ത് ആ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി അല്ലേ? റെയിൽവേൻ്റെ പിന്നെ ആളെ കണ്ട് എല്ലാം വാങ്ങി അവിടെ നിൽക്കണം. ഏത് പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വരുന്നത് ചോദിച്ചറിഞ്ഞ് 1-ലാണോ 2-ലാണോ 3-ലാണോ ചോദിച്ച് സ്റ്റെപ്പെല്ലാം കയറി പോയിട്ട് അതിങ്ങനെ ഇരിക്കണം. എന്തിനാണ് ഇരിക്കുന്നത്? വണ്ടി വരാനുള്ള സമയം കാത്തിക്കാം. അപ്പം പിന്നെ പോക്ക് നോക്കാം 5 മിനിറ്റ്. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു പറയും അല്ലേ? ഗാഡി നമ്പർ വിളിച്ചോളില്ലേ? അപ്പോൾ നമ്മളെന്താ കാലത്താളായി എത്തിയാൽ നമ്മൾ കയറുന്നു. ഇതേപോലെയാണ് എത്തുന്നതിന് മുമ്പേ നമ്മൾ സജ്ജീകരണങ്ങളൊക്കെ ഒരുങ്ങണം. നമ്മുടെ ഡ്രസ്സ് നമ്മുടെ അവയവങ്ങളൊക്കെ വൃത്തിയാക്കി പള്ളികളിൽ നിന്ന് ബാങ്ക് കൊടുക്കുമ്പോൾ കറക്റ്റ് നേരത്തെ തന്നെ തയ്യാറായി നമുക്ക് പോകാൻ വേണ്ടി കഴിയും. അതൊക്കെ മക്കളാണ്. എന്ന് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് പുതിയൊരു പാഠമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ആദ്യം എല്ലാവർക്കും കൂടി ഒരു തക്ബീർ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യണേ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇത് എവിടെയെങ്കിലും കേട്ടില്ല? എപ്പോഴാണ് കേട്ടതെന്ന് അറിയാമോ? പെരുന്നാൾ രാത്രി അല്ലേ? പെരുന്നാളിൻ്റെ ഒരു ദിവസം മുമ്പ് പെരുന്നാൾ രാത്രി മാസം കാണും. അപ്പോൾ നമ്മളെ പള്ളികളിലും വീടുകളിലും പോകുന്ന റോഡുകളിലൊക്കെ നമ്മൾ ചെല്ലിക്കൊണ്ടേ പോകുന്നതാണ്. പള്ളിയിലൊക്കെ മൈക്കിൽ വിളിച്ച് പറയും അത് അല്ലേ? വിളിച്ചിങ്ങനെ ഓടും ചെല്ലും. അപ്പോഴാണ് നമ്മൾ അറിയാം ആ മാസം അങ്ങനെ. ഇപ്പോൾ ഒരു പെരുന്നാൾ കഴിഞ്ഞു. അത് ഏത് പെരുന്നാളാ? ചെറിയ പെരുന്നാൾ. ഒരു പെരുന്നാൾ വരാൻ പോകുന്നു. ഏത് പെരുന്നാളാ? ഹജ്ജ് പെരുന്നാൾ നമുക്ക് ആഗതമാകാൻ പോവുകയാണ്. ഈ തക്ബീർ മുന്നിൽ ഈ തക്ബീർ അപ്പോഴാണ് ഈ 2 സമയത്താണ് ഏറ്റവും അഫ്ളലായ സമയം, ചെല്ലാൻ പറ്റിയ സമയം. വേറെ ചിലപ്പോൾ ചെല്ലുന്ന അവസരങ്ങളുണ്ട്, അതാണ് കിട്ടട്ടെ കേട്ടാ. നമുക്കിപ്പോൾ ഇവിടെ ഈ 2 സമയത്ത് അവിടെ. അപ്പോൾ ഞാനിന്ന് എടുക്കാൻ പോകുന്ന പാഠം സലാത്തുൽ ഈദൈനാണ്. ഈദൈൻ 2 പെരുന്നാൾ. ഈദൈൻ എന്ന് പറഞ്ഞാൽ 2 പെരുന്നാളാണ്. ഈദ് എന്ന് പറഞ്ഞാൽ ഒരു പെരുന്നാളാണ്. പെരുന്നാൾ എന്ന് അർത്ഥം. സലാത്തുൽ ഈദൈനി 2 പെരുന്നാൾ. ആ 2 പെരുന്നാൾ നിസ്കാരത്തിൻ്റെ കാര്യങ്ങളും അതോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിച്ച് എല്ലാവരും കേൾക്കണം, കാണുകയും ചെയ്യണം കേട്ടോ. പാഠം പിന്നെ 18ാമത്തെ പാഠമാണ്. നല്ല രസകരമായ പാഠം. നമുക്ക് പെരുന്നാളെല്ലാം ഭയങ്കര ആവേശമല്ലേ? ആ ആവേശം ഇവിടെ ഉണ്ടാകും. ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ആവേശം അല്ല ആവേശം ഉണ്ടാകും. അത് ഉഷാറായി പഠിക്കണേ. അത് അവതരിപ്പിക്കട്ടെ. ഓക്കെ, ഞാൻ പാഠത്തിലേക്ക് വരാം. നിങ്ങൾ എന്നെ തന്നെ ശ്രദ്ധിക്കുക. പിന്നെ ഈ പെരുന്നാൾ നിസ്കാരം മുസ്ലിങ്ങൾക്ക് ആവേശമാണ്, ആഘോഷമാണ്. മുസ്ലിങ്ങൾക്കുള്ള 2 ആഘോഷമാണ് 2 പെരുന്നാൾ. ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ. 2 ആഘോഷം. അവർക്ക് അതേ ഉള്ളൂ, നമുക്ക് അതേ ഉള്ളൂ. അത് നമ്മൾ നന്നായിട്ട് ആഘോഷിക്കുമ്പോൾ ആർഭാടത്തോട് ആഘോഷിക്കാനല്ല. പുതുവസ്ത്രം ധരിക്കുക, അത്തറ് പൂശ അല്ലേ? നല്ല വൃത്തിയിൽ ചെരുപ്പലിട്ട് കാണാൻ മഞ്ചായി ആൺകുട്ടികൾ പള്ളിയിൽ നേരത്തെ പോവുക, പെൺകുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ അറിയാം ജമാഅത്തെ നിസ്കരിക്കാൻ പറ്റുന്ന ചില വീടുകളിൽ ആക്കി നിസ്കരിക്കുക. ഇങ്ങനെയൊക്കെ ഒരു ആവേശം ഉണ്ടാക്കണം. വീട്ടിൽ കോഴി ബിരിയാണി, ആട് ബിരിയാണി, മട്ടൻ ബിരിയാണി ഇല്ലേ? അങ്ങനെ വെച്ച് ഉഷാറാക്കി നമ്മൾ ഉറങ്ങൂല. അങ്ങനെ തന്നെ അല്ലേ?
പെരുന്നാൾ കഴിഞ്ഞാലോ അല്ല പെരുന്നാൾ കൂടി എന്നാലും വലിയൊരു പിന്നെ ഒരു അനുഗ്രഹമാണ് പെരുന്നാൾ കൂടാൻ പറ്റും. നമ്മളിപ്പോൾ പെരുന്നാൾ കൂടിയില്ലേ, അതായത് മുമ്പേ നമ്മൾ മരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടാൻ പറ്റുമോ? ഇല്ല. അടുത്ത പെരുന്നാൾ വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ അള്ളാഹ് കൂടാൻ തൗഫീഖ് അല്ലേ. ഞാൻ പറഞ്ഞിട്ട് കിടക്കാം. പെരുന്നാൾ നിസ്കാരം നമ്മൾ സുബൈഹ് എത്ര റക്അത്താ പറഞ്ഞത്? 2 റക്അത്ത്. അതേപോലെ സുബൈയെ പോലെ തന്നെ പെരുന്നാൾ നിസ്കാരം 2 റക്അത്താണ്. 2 റക്അത്ത്. പെരുന്നാൾ നിസ്കാരം സുന്നത്താണ്, മറ്റേത് ഫർളാണ്. നിസ്കരിക്കൽ നിർബന്ധമാണ്. സുബഹി ഇത് സുന്നത്താണ്. എന്ന് വെച്ചാൽ നിസ്കരിക്കാതിരിക്കണം എന്നല്ല. പെരുന്നാൾ വർഷത്തിലാകെ 2 ഉള്ളൂ. ആ കിട്ടുന്ന ചാൻസ് നമ്മൾ മുതലെടുക്കണം. അള്ളാഹു കുറേ മലക്കുകളെല്ലാം ഇറക്കുന്ന ദിവസമാണത്. മലക്കുകളെ ഇറക്കിയിട്ട് അവർ തക്ബീറൊക്കെ ചൊല്ലിയിട്ട് ആനയിച്ച് കൊണ്ടുപോകും. നമ്മളൊക്കെ എല്ലാം നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയുന്നത് അള്ളാഹുവാണ് അല്ലേ. സന്തോഷത്തിൻ്റെ നാളെ. അപ്പം നമ്മൾ കടന്നു ഉറങ്ങിയാൽ വേണ്ടേ? രാത്രി മൊത്തം അടിച്ച് പൊളിച്ചിട്ട് സുബൈക്ക് പള്ളിയിൽ പോകാണ്ട് പെരുന്നാൾസ്കാരത്ത് പോകാൻ വേണ്ടേ? അല്ല. പെരുന്നാൾസ്കാരം പള്ളിയിലെല്ലാം എഴുതി വെക്കും. കൃത്യം 7:30 മണിക്ക് പെരുന്നാൾസ്കാരം ഉണ്ടായിരിക്കുന്നതാണ്. മുഴുവൻ മോമിനിങ്ങളും കൃത്യസമയത്ത് എത്തണമെന്ന് അറിയിക്കുന്നു കമ്മിറ്റി. അപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റും 7 മണിക്ക് വരാൻ പറ്റില്ല? ഇല്ല, നേരത്തെ തന്നെ നമ്മൾ പോകണം. പെരുന്നാൾസ്കാരം 2 റക്അത്താണ് മോനെ. പെരുന്നാൾ നിസ്കാരം 2 റക്അത്ത്. എത്ര റക്അത്താണ്? 2 റക്അത്ത്. ഇതാണ് പെരുന്നാൾ നിസ്കാരം. എത്ര റക്അത്താ? 2 റക്അത്ത്. ഇതാരും മറന്നു പോവോ? എത്ര റക്അത്തുണ്ട്? 2 റക്അത്ത്. ഞാൻ ഇത് നിങ്ങളെ ഒട്ടിക്കുന്നു കേട്ടാ. അപ്പൊ പെരുന്നാൾ നിസ്കാരം എത്ര റക്അത്തുണ്ട്? 2 റക്അത്ത്. നമുക്കറിയില്ല അല്ലേ. കയ്യിൽ കെട്ടി ഇങ്ങനെ ഒന്ന് പോയി ഉൾപ്പെടാനോ റക്അത്തായി. രണ്ടാമത് ഇങ്ങനെ പോയി നമുക്കറിയാലോ. ഓക്കെ, അങ്ങനെ സുജൂദിന് പോയി എഴുതാലും പോലെ എന്നെ കഴിഞ്ഞ് സുജൂദ് എഴുതാല് സുജൂദ് സലാം കിട്ടിയാൽ അത് കഴിഞ്ഞു അല്ലേ. 2 റക്അത്താണ്. എത്ര പെരുന്നാളാ ഉള്ളത് നമുക്ക്? 2 പെരുന്നാൾ. 2 പെരുന്നാൾക്ക് നമ്മൾ നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയണം. 2 പെരുന്നാൾക്ക് നമ്മൾ നിസ്കരിക്കണം. വളരെ കൃത്യമായി ബോധമാണ് നമുക്ക് നിസ്കരിക്കണമെന്നുണ്ട്. കാരണം ഇത് ഗോൾഡൻ ചാൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് കിട്ടൂല ചില ആളുകൾക്ക് അല്ലേ. ചില രോഗിയായിട്ട് കടന്നു പോകും, ചില ആൾ മരണപ്പെട്ടു പോകും, ചില ആൾക്ക് എണീക്കാനും കഴിയാതെ വിഷമിച്ച് പോകും. ഇങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് ഇതൊക്കെ കിട്ടണം. നമ്മൾ എന്താക്കുക? അത് മുതലെടുക്കണം കേട്ടാ. പെരുന്നാൾ നിസ്കാരം എത്ര നിസ്കാരമുണ്ട്? 2 പെരുന്നാളുണ്ട് അല്ലേ. ശരി, അതിന് നമുക്ക് പെരുന്നാൾ നിസ്കാരത്തെ കുറിച്ച് പറയാം. നമ്മൾ എല്ലാത്തിനും നീയത്തുണ്ട്. അതേപോലെ പെരുന്നാൾക്കും നീയത്ത് വെക്കണം. ചെറിയ പെരുന്നാളാണെങ്കിൽ ചെറിയ പെരുന്നാൾ ഞങ്ങൾക്ക് നിസ്കാരം ഞാൻ അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കണം. അതുകൊണ്ട് കയ്യിലെ സാധാരണ എല്ലാ നിസ്കാരത്തിൻ്റെ ഓർമ്മ തന്നെ കെട്ടണം. ഇവിടെ ഒരു കാര്യം നോക്കേണ്ടത്, ഒന്നാമത്തെ റക്അത്തിൽ 7 തക്ബീർ ചൊല്ലണം. 7 തക്ബീർ. രണ്ടാമത്തെ റക്അത്തിൽ 5 തക്ബീർ ചൊല്ലണം. അപ്പൊ ഒന്നാമത്തെ റക്അത്തിൽ ചെല്ലേണ്ടത് വജ്ഹത്തുവിന് ശേഷമാണ്. വജ്ഹത്തു അല്ലേ, ദുആൽ ഇഫ്തിതാഹ് നമ്മൾ പറയാറുണ്ട്. വജ്ഹത്തു വജ്ഹിയല്ലദീ ഫതറസ്സമാവാത് അല്ലേ. ഈ വജ്ഹത്തു കഴിഞ്ഞിട്ടാണ് 7 തക്ബീർ ഉള്ളത്. അപ്പൊ ആ എത്ര തക്ബീറായി? 8 തക്ബീറായി. ഒരു തക്ബീർ നമ്മൾ അല്ലാഹു അക്ബർ, ഒരു തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയും. ഇവിടെ നമ്മൾ വജ്ഹത്ത് ഓതാം. ഓതി കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും എന്താക്കണം? ഇമാമ് വച്ചിട്ട് പറയാം, നമുക്ക് ഒന്നിച്ച് പറയാം. അപ്പൊ അല്ലാഹു അക്ബർ. അപ്പൊ എല്ലാവരും അതേപോലെ അല്ലാഹു അക്ബർ ഇങ്ങനെ 7 തക്ബീർ തന്നെ. അപ്പോൾ എപ്പോഴാണ്? വജ്ഹത്തുവിന് ശേഷം. വജ്ഹത്തുവിന് ശേഷം വജ്ഹത്ത് ഓതി കഴിഞ്ഞിട്ടാണ് നമ്മൾ 7 തക്ബീർ ചെല്ലുന്നത്. ഈ ഓരോ തക്ബീറുകൾക്കിടയിലും, ഓരോ തക്ബീർ കഴിഞ്ഞാലും ആ തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. എല്ലാവരും പറഞ്ഞു നോക്കിയിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ
തക്ബീർ ഉണ്ട് അല്ലേ? തക്ബീർ ഓർമ്മ നിങ്ങൾക്ക്? അത് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടാ. തക്ബീർ എന്താണ്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അപ്പോൾ അത് നമ്മൾ നേരത്തെ ചൊല്ലിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ മാസം കണ്ടേ എത്ര പെരുന്നാളാണ് നിങ്ങളെ? 2 പെരുന്നാൾക്കും ചെല്ലണം. ഇത് ഒരിക്കൽ ചെല്ലാതെ പോലെ ചെല്ലണം, തക്ബീറിൽ അടിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു തക്ബീർ കെട്ടി ഇവിടെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് പറഞ്ഞു. വീണ്ടും കൈകൾ ചുമലുകൾക്ക് നേരെ ഉയർത്തണം. നേരത്തെ തക്ബീറത്തിൽ കയറാമൽ എവിടെയാണോ കൈ അവിടെ തന്നെ കൈ വേണം. കൈകളിലൂടെ ഉയർത്തി നെഞ്ചിൻ്റെ പൊക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ വലത് കൈ കൊണ്ട് ഇടത് കൈ അങ്ങനെ പൊടിച്ചാൽ നിൽക്കണം. നിർന്നിട്ട് വീണ്ടും ഉണ്ടാക്കാം. വർഷത്തിൽ 2 ഗോൾഡൻ ചാൻസ്. ആ ചാൻസ് നമ്മൾ ഉപയോഗപ്പെടുത്താം അല്ലേ? ശരിക്കും കയ്യിലും വേണം. അത് നിങ്ങൾക്ക് നോക്കി അത് ബാക്കിയോക്കെയാണ്. അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇങ്ങനെ 7. ആ 7ാമത്തെ സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഫാത്തിഹ കഴിഞ്ഞ് നല്ല സൂറത്ത് ഉസ്താദ് ഓതും. അതെല്ലാം ഓടിയിട്ട് പിന്നെ വീണ്ടും റുക്കൂഇ സുജൂദിലെല്ലാം പോയി രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്നാൽ 5 തക്ബീർ. 5 തക്ബീർ അല്ലാഹു അക്ബർ 5 പ്രാവശ്യം. ഇത് ഓരോ തക്ബീറുകൾക്കിടയിൽ എന്ത് വേണം? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഈ നിസ്കാരം പെരുന്നാൾസ്കാരം രാത്രിയല്ലേ? രാത്രി അശാഖല്ലേ? അല്ല. സ്വബൈക്ക് മുമ്പ് അല്ല. പിന്നെ എപ്പോഴാണ് അറിയാം? സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ച വരെ അതിന് സമയം. ളുഹ്ർ വരെ. സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ച വരെ. ളുഹ്റിന്റെ മുമ്പ് ഉച്ചയുടെ മുമ്പായി തീർക്കാം. സൂര്യൻ ഉദിച്ചത് മുതൽ രാവിലെ സൂര്യൻ ഉദിക്കയും രാത്രി ചന്ദ്രന ഉദിക്കും അല്ലേ? സൂര്യൻ ഉദിച്ചത് മുതലേ ഉച്ച വരെ സൂര്യ ഉദിച്ചത് മുതൽ ഉച്ച വരെയാണ് അതിന്റെ സമയം. മനസ്സിലായോ? അപ്പൊ എന്താ അതിന്റെ സമയം എന്ന് പറഞ്ഞാട്ടെ? സൂര്യൻ ഉദിച്ചത് മുതൽ ളുഹ്ർ വരെയാണ് അതിന്റെ സമയം. ളുഹ്ർ കഴിഞ്ഞ് നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. ളുഹ്ർ കഴിഞ്ഞ് പിന്നെ പെരുന്നാൾ നിസ്കരിക്കേണ്ട ആവശ്യമില്ല. പെരുന്നാൾ എണീക്കാണ്ട് പിന്നെ കടന്നു ഉറങ്ങിയിട്ട് അല്ലേ? ഇത് നിസ്കരിക്കേണ്ടത് ആരാ? മുസ്ലിമീങ്ങളാണ്. നമ്മൾ മുസ്ലിമീങ്ങളല്ലേ? നമ്മളാ നിസ്കരിക്കണ്ടേ? അപ്പൊ നമുക്കത് ഓർമ്മമാണ്. നിസ്കരിക്കുന്നത് ഓർമ്മമാണ്. ഉറപ്പല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ എത്ര റക്അത്താ ഉള്ളത്? എപ്പോഴാ നിസ്കരിക്കണ്ടേ? പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ച മുതൽ ഉച്ച വരെ. ഉച്ചന്റെ അടിയിൽ ചെയ്യണം. അങ്ങനെ ഉച്ച വരെ വെക്കലുണ്ട് ആള്. ഇല്ല, രാവിലെ തന്നെ നിസ്കരിക്കും. 6-7 മണിക്കാണ് നിസ്കരിക്കുന്നത്. നിസ്കാരം കഴിഞ്ഞപാടൊന്ന് ആലിംഗനം ചെയ്ത് അപ്പയും കെട്ടിപ്പൊടിച്ച് കയ്യിലും കൊടുത്തിട്ട് നമ്മുടെ പഴക്കത്തിലേക്ക് നമ്മളെ നല്ല ജ്യൂസൊക്കെ ചിലപ്പോൾ അടിമാറി കുടിക്കാൻ പാലിലാക്കിയിട്ടുണ്ടാവും. അതിനെ കുറിച്ച് സക്കാത്തിൻ്റെ പൈസ പിന്നെ ഇതിൻ്റെ പൈസ നമുക്ക് സ്വതക്കകൾ അതിലുണ്ടാവും. അതെല്ലാം വാങ്ങി പൈസയെല്ലാം അടച്ചിട്ട് നമ്മളിങ്ങനെ ഐസിയും കാലിയെല്ലാം ചുരുട്ടി അടച്ചു പൊടിച്ച് ജീവിക്കും അല്ലേ? ഭയങ്കര രസമല്ലേ പെരുന്നാൾ? അല്ലേ?
എന്നാൽ കിതാബ് പാലത്താമത്തെ പാലത്ത് അതെല്ലാവരും എല്ലാവരും പാലത്താമത്തെ പാലം പാടം പറഞ്ഞ എല്ലാവരും നോക്കണേ നോക്കാൻ ഈ പാടത്തിലെ ഒരു പേജ് നമുക്ക് കുറച്ച് ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കി പിന്നെയും എടുക്കാം കേട്ടോ. അദ്ദർസു സാമിനാശ 18ാമത്തെ പാഠം സലാത്തുൽ ഈദൈൻ. സലാത്തു എന്താ? നിസ്കാരം. സലാത്തുൽ ഈദൈൻ രണ്ട് പെരുന്നാൾ നിസ്കാരം. ഈദ് നമ്മൾ പെരുന്നാൾക്ക് ഈദ് അല്ലേ ഇംഗ്ലീഷ് നമ്മൾ ഈദ് മുബാറക് എന്ന് അയച്ചുകൊടുക്കലില്ലേ? വാട്സപ്പിൽ അയച്ചുകൊടുക്കലില്ലേ? ഈദ് മുബാറക്. അന്ന് ഇങ്ങോട്ടേക്ക് കുറെ ഫോട്ടോസ് ഒന്നും വരും അല്ലേ? ഈദ് മുബാറക് നമ്പറോ അല്ലെങ്കിൽ വേറെ പറഞ്ഞിട്ട് വരും ഇതൊക്കെ വരും ഹൈദ് മുബാറക് എല്ലാം ഉണ്ടാവും അല്ലേ? സലാത്തുൽ ഈദൈൻ രണ്ട് പെരുന്നാൾ നിസ്കാരം ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. എല്ലാവരും പുസ്തകം നോക്കെ. അത് 2 റക്അത്താകുന്നു. ഒന്നാമത്തെ റക്അത്തിൽ വജ്ഹത്ത് ഓതിയ ശേഷം 7 തക്ബീറും രണ്ടാം റക്അത്തിൽ 5 തക്ബീറും ശബ്ദം ഉയർത്തി ചൊല്ലൽ സുന്നത്താണ്. ശബ്ദം ഉയർത്തി ചൊല്ലണം. എല്ലാവരും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ ശബ്ദം ഉയർത്തി ചൊല്ലൽ സുന്നത്തുണ്ട്. 2 തക്ബീറുകളുടെ ഇടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് ചൊല്ലണം. തക്ബീറുകളിൽ കൈകൾ ചുമലിന്റെ നേരെ ഉയർത്തലും സുന്നത്താണ്. നിസ്കാരത്തിന്റെ സമയം സൂര്യൻ ഉദിച്ച മുതൽ ളുഹ്ർ വരെയാകുന്നു. ഒരു പ്രാവശ്യം വായിച്ചു അതുപോലെ നമ്മളെ മാസം കണ്ടതായിട്ട് സംഭവിക്കില്ല. മാസം കണ്ടതായിട്ട് നമ്മുടെ ഇന്നത്തെ യുഗം എല്ലാവരും മാസം കാണാൻ വേണ്ടി വാട്സപ്പിൽ നോക്കും അല്ലേ? യൂട്യൂബിലെല്ലാം നോക്കുമ്പോൾ അതിൽ വരും നമ്മുടെ കാറി മാസം കണ്ടതായി അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ പള്ളികളിലെ വീടുകളൊക്കെ കത്തുകളാണ്. നമുക്കുള്ള കത്തുകൾ പറയാം. ചോദ്യങ്ങളായിട്ടും പ്രാക്ടിക്കലായിട്ടും നോക്കാം. നമ്മൾ പഠിച്ചു അല്ലേ? പഠിച്ചില്ലേ? ഞാൻ ചോദിക്കട്ടെ, എത്ര പെരുന്നാളുണ്ട്? 2 പെരുന്നാളുണ്ട്. എത്ര പെരുന്നാളുണ്ട്? 2. പെരുന്നാൾ നിസ്കാരത്തിന്റെ റക്അത്തിന്റെ എണ്ണം എത്രയാ? 2. മോനെ എത്രയാ? 2. 2 റക്അത്താണ് പെരുന്നാൾ നിസ്കാരം. ആ നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ്? സമയം അല്ലേ? ഒന്നാമത്തെ റക്അത്തിൽ എത്ര തക്ബീർ ചൊല്ലണം? 7. അത് നമ്മളിവിടെ എഴുതി വെക്കാം. എന്തിനാണറിയോ? ഒന്നാമത്തെ റക്അത്തിൽ അറിയാൻ വേണ്ടിയില്ല. 7 1. രണ്ടാമത്തെ റക്അത്തിലോ 5.
ആ ഓരോ തക്ബീറുകൾക്കിടയിൽ എന്താ ചൊല്ലണ്ടേ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അതെല്ലാവരും വിളിച്ചു പറഞ്ഞേ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അക്ബർ. ഉറപ്പല്ലേ? അത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം അല്ലേ? അപ്പൊ ഒന്നാമത്തെ റക്അത്തിൽ എത്ര തക്ബീറാ? 7. രണ്ടിലോ 5. ഇത് ഒന്നാമത്തെ റക്അത്തിലെ തക്ബീർ ഏതിന് ശേഷമാ ചൊല്ലണ്ടേ? ഓതിയ ശേഷം. മജ്ജത്തിന് മുമ്പുള്ള തക്ബീറുണ്ട്, തക്ബീറത്തുൽ ഇഹ്റാം അല്ലേ? അത് ചൊല്ലിക്കഴിഞ്ഞ് ബാക്കി 7 ചൊല്ലണം. ഓക്കെ അല്ലേ? ഓക്കെ, ഞാനിവിടെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒരു മിനിറ്റ്. ആദ്യം ഇത് ഒരു 3 ആൾക്ക് ഞാൻ തരുന്നത്. ഒക്കെ അവിടെ അവിടെ ഒരാൾ വാങ്ങും, അവിടെ ഒരാൾ വാങ്ങും, മതി. അവിടെ വെച്ച 4 ആൾക്ക് ഓരോന്നുണ്ട്. അത് ഇവിടെ വന്നിട്ട് ഓർഡറിൽ ഒട്ടിക്കണം. ഫസ്റ്റ് ഒട്ടിക്കേണ്ടത് എന്താണ്? സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് കയ്യിലുള്ള ആൾ വന്നിട്ട് ഇവിടെ ഒട്ടിച്ചാട്ടെ. ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു, ഇവിടെ ഇങ്ങനെ പോകണം. സുബ്ഹാനല്ലാഹ്. ആ പറിച്ചോ, സ്റ്റിക്കർ പറിച്ചോ. സുബ്ഹാനല്ലാഹ്. അതിന് സുബ്ഹാനല്ലാഹ് കഴിഞ്ഞിട്ട് അടുത്തത് എന്താ ഞാൻ പറയുന്നില്ല. ആരെ കയ്യിലാ ഉള്ളത് അവർ വരാം. അതിന് അടുത്ത ആൾ വരാം. ഒരാളുണ്ട്. മാഷാഅല്ലാഹ്, അടിപൊളി അല്ലേ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. വല്ലാഹു അക്ബർ. വായാണ് വാ. അല്ലാഹു അക്ബർ എന്നല്ല കൂട്ടി പറയുമ്പോൾ വല്ലാഹു അക്ബർ. ഇത് നമ്മൾ ശരി പഠിക്കാം അല്ലേ? അതിനൊരു 3 ആളുണ്ട് നിസ്കരിക്കുന്ന കാണാം. നിസ്കരിക്കുന്നത് എങ്ങനെ? തക്ബീറുകൾ മാത്രമല്ല, നമുക്ക് സുജൂദും പാടില്ല കേട്ടോ. അങ്ങനെ 3 ആളുകൾ. ഇയാൾ ഇമാം. വർഷത്തിലാണ് ഇമാം ചെല്ലേണ്ടത്. പെരുന്നാൾക്ക് നല്ല കുഞ്ഞുങ്ങൾ പഠിക്കാൻ വന്നു കേട്ടാ. നല്ല അത്ര നടക്കുന്നല്ല. അത്ര ഉദ്ദേശിച്ചേക്കാം. അത്ര ഉദ്ദേശിച്ചാണ് പെരുന്നാളിന് വരാൻ കേട്ടാ. പള്ളിക്ക് വരുമ്പോൾ അത്ര വെച്ച് നല്ല സുഗന്ധം ഉപയോഗിച്ച് നല്ല തൊപ്പിയെടുത്ത് കുടുംബപ്പാലം കുടിയെടുത്ത് കളിച്ച് പൊടിയാക്കി ഇങ്ങനത്തെ അത്ര തരുവേ. അപ്പോൾ ശരിയായ പെരുന്നാൾ തന്നെയായി. നീയത്ത് വെക്കണം അല്ലേ? ചെറിയ പെരുന്നാൾ നിസ്കാരം അല്ലെങ്കിൽ ഈദുൽ അദ്ഹ വലിയ പെരുന്നാൾ നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു. അങ്ങനെ മനസ്സിലൊന്നും കഴിഞ്ഞാൽ അവിടെ നമ്മൾ വജ്ജത്ത് നല്ല ഓർമ്മ. എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും നമ്മൾ വീട്ടിലൊക്കെ നിസ്കരിക്കേണ്ടതാണ്. നമുക്ക് ഡൗട്ട് വരാൻ പാടില്ല. നമ്മൾ മുമ്പ് ചോദിക്കുന്നത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ചോദിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ മനസ്സിൽ പോയിട്ടാ വരാൻ പാടില്ല. വജ്ജത്ത് കഴിഞ്ഞു. എനിക്ക് തക്ബീറത്ത് 7 1 ബൈക്കല് അച്ഛൻ ചൊല്ലിക്ക് അല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് എന്ന് പറ. സുബ്ഹാനല്ലാഹി. അതിനടുത്ത് തക്ബീർ വീണ്ടും. രണ്ടായി വീണ്ടും. മൂന്നാമത്തെ അൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ്. വീണ്ടും അടുത്തേ അങ്ങനെ കേട്ടാ. മതി. ഇങ്ങനെ ഓരോ റക്അത്തിലുണ്ട്.
എത്രയാണ്? 7. രണ്ടാം റക്അത്തില് 5. അതിൽ പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ അങ്ങനെ തന്നെയാണ് കേട്ടാ, മാറാമൊന്നുമില്ല. വീട്ടിൽ നിങ്ങൾ ഇമാമിനെ നിസ്കരിക്കണേ. എന്നിട്ട് പിന്നെ 7ാമത്തെ ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക. ചില ആൾ എന്തായിപ്പോന്നറിയോ? ശ്രദ്ധിക്കണേ. അല്ലാഹു അക്ബർ ഇമാം ഇങ്ങനെ കൈ കെട്ടിയിട്ട് നിസ്കരിക്കണം. പിന്നെ എന്താക്കും? ഇമാം വീണ്ടും അല്ലാഹു അക്ബർ പറയും. അപ്പോൾ നമ്മൾ ചിലപ്പോഴത്തേക്കും അല്ലാഹു അക്ബർ കൺഫ്യൂഷൻ വേണ്ട, പേടിക്കണം. അങ്ങനെ ഒരാൾ പോയെങ്കിൽ ആ പോയാൽ നിസ്കാരത്തിന് കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല. അയാൾ വേറെ തിരിച്ചു വന്നിട്ട് ഇവിടെ കെട്ടിയാൽ മതി. ഇനി ഇമാമ അങ്ങനെ പറ്റിപ്പോയി, ഇമാമിന് അങ്ങനെ ഇമാമിലേക്ക് പോയി ഈ തക്ബീറൊന്നും ചെല്ലാണ്ട് സുജൂദിലൊക്കെ പോയാലും നിസ്കാരത്തിന് കുഴപ്പമില്ല. മറന്നു പോയല്ലേ, മനുഷ്യനെ മറന്നു പോലെ അല്ലേ, മറന്നു പോയതല്ലേ. ആ നിസ്കാരം അടുത്ത റക്അത്താകുമ്പോൾ ഓർമ്മ വരും. അല്ലോ എനിക്ക് നേരത്തെ ആണ് മിസ്സായി പോയിട്ടുണ്ട്, അടുത്ത റക്അത്തിന് 5 ഉണ്ട്. സലാമെല്ലാം വീട്ടിൽ കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കും, ഉസ്താദ് എന്ത് പറ്റി, മറന്നുപോയ? ഞാൻ പെട്ടെന്ന് എന്ത് പറഞ്ഞു പറയട്ടെ, സാരില്ല, പറ്റില്ല കേട്ടാ. അത് അങ്ങനെ സംഭവിച്ചു പോകാം, മനുഷ്യനാകുമ്പോൾ അങ്ങനെ ആയിപ്പോ അല്ലേ. അപ്പൊ എപ്പോഴാണ് നിസ്കരിക്കണ്ടേ? സൂര്യൻ ഉദിച്ചത് മുതൽ ളുഹർ കഴിഞ്ഞാൽ പറ്റുമോ? ഇല്ല, ഉറപ്പല്ലേ? നമുക്ക് ഒരിക്കലും കൂടി വായിച്ചിട്ട് ഞാൻ ചില പറയുന്ന പദങ്ങളിൽ അടിയിൽ അണ്ടർലൈൻ ചെയ്യാം. അതൊക്കെ കിട്ടാൻ അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി മനസ്സിലാക്കാൻ നോക്കാം. ഞാൻ നോക്കുന്നതിൻ്റെ കയ്യിൽ കിട്ടാം. നോക്കാം. 2 പെരുന്നാൾ നിസ്കാരം എന്നെ വായിക്കുമ്പോൾ പറയും, അറിയപ്പെടുന്നത് പറയാതെ അറിയപ്പെടുന്നത്. 2 പെരുന്നാൾ നിസ്കാരം ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. അത് 2 റക്അത്താണ്. 2 റക്അത്തിൻ്റെ അടിയിൽ വരേണ്ടത് 2 റക്അത്താണ്. അതിൽ വരേണ്ടത് ആകുന്നു, 2 റക്അത്താകുന്നു. ഫസ്റ്റത്തെ അതിന് വരേണ്ടത് 2 പെരുന്നാൾ ആദ്യം വരേണ്ടത് 2 പെരുന്നാൾ ഫസ്റ്റ് അതിൽ വരേണ്ട 2 റക്അത്താകുന്നു. അതിൽ വരേണ്ട 1ാമത്തെ റക്അത്തിൽ വജ്ജത്ത് ഓതിയ ശേഷം 7 തക്ബീർ. ആ 7 തക്ബീറിന്റെ അടിയിൽ വരേണ്ടത് 7 തക്ബീർ. 2ാം റക്അത്തിൽ 5 തക്ബീർ. 2ാം റക്അത്ത് എത്രയാ? 5. ആ 5ന്റെ അവിടെയും വരണം, 5 തക്ബീർ വരണം. തക്ബീർ ശബ്ദം ഉയർത്തിച്ചൊന്ന സുന്നത്താണ്. 2 തക്ബീറുകളുടെ ഇടയിൽ ഞാൻ പറയുന്ന അങ്ങനെ പോൾ പറയണേ. 2 തക്ബീറുകൾക്കിടയിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അത് മുഴുവനായിട്ട് വരട്ടെ എന്ന് ചൊല്ലലും തക്ബീറുകളിൽ കൈകൾ ചുമരിന് നേരെ ഉയർത്തുന്ന സുന്നത്താണ്. നിസ്കാരത്തിന്റെ സമയം ആ അടുത്ത് വായിക്കുമ്പോൾ പറയണേ, സൂര്യൻ ഉദിച്ചത് മുതൽ ഉച്ച വരെയാകുന്നു. അല്ലേ, മനസ്സിലായ? നമ്മുടെ ഇപ്പൊ ഞാൻ ഒരു പാരഗ്രാഫ് എടുത്തിട്ടുള്ളൂ. ആ പാരഗ്രാഫിൽ നിന്ന് വരുന്ന ചില ചോദ്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകുന്ന നോക്കാം. ഇവിടെ വ്യക്തമാക്കാനുള്ള തദ്രീബാത്ത് കണ്ടെങ്കിൽ ഈ തദ്രീബാത്തിന് അതുമായി ബന്ധപ്പെട്ട ഈ ചോദ്യം നോക്കേണ്ടത്. 1, പെരുന്നാൾ നിസ്കാര സമയം എപ്പോഴാ? സൂര്യ ഉദിച്ചത് മുതൽ ഉച്ച വരെ. മാഷാ അല്ലാഹ്, പഠിച്ചില്ലേ? പെരുന്നാൾ നിസ്കാര സമയം സൂര്യ ഉദിച്ചത് മുതൽ ഉച്ച വരെ. 1 കിട്ടി. 1ാം റക്അത്തിൽ ചെയ്യേണ്ട എന്താ ചെയ്യേണ്ടത്? 1ാം റക്അത്തിൽ അല്ല, കൈകൾ ചുമരിന്റെ നേരെ ഉയർത്തിയിട്ട് 7 തക്ബീർ ചെല്ലണം. അത് വജ്ജത്തിന് ശേഷമായിരിക്കണം. ഇങ്ങനെയൊക്കെ കുറച്ച് പറയാനുണ്ട് അല്ലേ, ഓർമ്മിച്ച് വെക്കണേ. ഇനി ബാക്കി നമുക്ക് പിന്നെ പറയാം. അവിടെ നോക്കാം. ഓക്കെ, അല്ലാഹു നമ്മെ പഠിക്കേണ്ടത്. ഇപ്പം എനിക്ക് എല്ലാവർക്കും ഉഷാറായി പാഠം മനസ്സിലായില്ലേ? നല്ല ആവേശം വന്നാൽ ഇതൊന്ന് പെരുന്നാളായി കിട്ടിയാൽ മതി അല്ലേ. ഇതൊരു പെരുന്നാൾ നമുക്കുള്ള പെരുന്നാൾ എത്രയും പെട്ടെന്ന് നമുക്ക് വരാൻ പോകുന്നുണ്ട്. ആ പെരുന്നാൾക്ക് നമുക്ക് എന്ത് ചെയ്യണം? നിസ്കരിക്കൂടെ? അത് കുടിക്കുമ്പോൾ മാറ്റിങ്ങനെ നടക്കണം അല്ല, പെരുന്നാൾക്ക് നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.